പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കർത്താവിൻ്റെ ദിവസം പ്രഭാതത്തിലെ നമ്മൾ ഇന്നത്തെ ദിവസം ആരംഭിക്കുകയാണ്. മാതാവിൻ്റെ ജനകോടികളെ അനുഗ്രഹിച്ച ആ പ്രത്യക്ഷ പ്രാർത്ഥനയോടുകൂടിയാണ് നമ്മൾ ഇന്നത്തെ ദിവസം ആരംഭിക്കുന്നത്. ഈ പ്രത്യക്ഷ പ്രാർത്ഥനയുടെ നിയോഗം വരുമ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ പ്രാർത്ഥന ആവശ്യങ്ങൾ ആ സമയം സമർപ്പിക്കാവുന്നതാണ്. സന്തോഷത്തോടെ ഭക്തിയോടെ നമുക്ക് ഇന്നത്തെ അനുദിന അനുഗ്രഹ പ്രാർത്ഥനയിൽ ഡെയിലി ബ്രെഡിൽ പങ്കെടുക്കാം. പ്രത്യക്ഷ പ്രാർത്ഥന എല്ലാവരും. അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, അങ്ങ് കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട് വരാൻ പോകുന്ന മഹാദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടുവാനും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനും ആവശ്യപ്പെട്ടിട്ട് 20 വർഷം തികയുന്ന ഈ വേളയിൽ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അങ്ങ് മാധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധ ജപമാല മാതാവേ, സകല കൃപാസന പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ ഇന്നത്തെ പ്രത്യേക നിയോഗങ്ങൾ പ്രാർത്ഥന ആവശ്യങ്ങളെ ഇപ്പോൾ സമർപ്പിക്കുക. കൃപാസനത്തിലെ കടലിലും കരയിലും നടന്നിട്ടുള്ള വർഷത്തെ കൺവെൻഷനുകളുണ്ട്. ലോകം മുഴുവൻ നടന്നുകൊണ്ടിരിക്കുന്ന അഖണ്ഡ ജപമാലകളുണ്ട്. ലൈറ്റക്കാൻ്റെ പെരക്രിസ്റ്റുകളുണ്ട്. ഉടമ്പടി തീർത്ഥാടന ഉടമ്പെടുത്തവരും ഓൺലൈൻ ഉടമ്പെടുത്തവരുണ്ട്. എല്ലാവരും ഭൂമിക്ക് മുകളിൽ എല്ലായിടത്തും പ്രാർത്ഥിച്ചുകൊണ്ട് അവിടെ പ്രാർത്ഥനകളുടെ കൂടെ ചേർത്താണ് നിങ്ങളുടെ നിയോഗങ്ങൾ സമർപ്പിക്കണം. നിങ്ങൾ അറിഞ്ഞുകൊണ്ട് വേണം മഹാസന്തോഷത്തോടെ നിങ്ങളുടെ പ്രാർത്ഥനകൾ സമർപ്പിക്കാൻ. എല്ലാവരും അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ ദോദശകവേളയിൽ ഞങ്ങളുടെ നിയോഗങ്ങളെല്ലാം സാധിച്ചു തരുവാൻ കനിയണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ടവർ, ഇന്നത്തെ മുഴുവൻ സംരംഭങ്ങൾ, സഞ്ചാരങ്ങൾ, സന്ദർഭങ്ങൾ എല്ലാം കർത്താവിന് സമർപ്പിച്ചുകൊണ്ട് നമ്മൾ അതിശക്തമായ രീതിയിൽ ദൈവതിരുസന്നിധിയിൽ ശിരസ്സ് നമിച്ച് കൈകൾ കൂപ്പി പ്രാർത്ഥിക്കുന്ന അനുഗ്രഹത്തിൻ്റെ സമയമാണ്. കർത്താവേ, അനുദിന അനുഗ്രഹത്തിൻ്റെ ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന എല്ലാവർക്കും ലൈറ്റക്കാൻ്റെ പ്രയർ റിക്വസ്റ്റ്, ഓൺലൈൻ ഉടമ്പടി, തീർത്ഥാടന ഉടമ്പടി, അങ്ങനെ എല്ലാ ഉടമ്പടി പ്രാർത്ഥനകളിലൂടെയും കടന്നു പോയിക്കൊണ്ട് വലിയ ദൈവവേല ചെയ്യുന്ന എല്ലാ മക്കളെയും, അതുപോലെ തന്നെ ഉടമ്പടി എടുക്കാൻ വേണ്ടി മനസ്സിൽ തീരുമാനിച്ച് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണം. കർത്താവേ, 38 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ ആൾത്താറയിൽ നടന്ന 10,000 ആരാധനയുടെ യോഗ്യതയാൽ ഇപ്പോൾ ശിരസ്സ് നമിച്ച കൈകൾ കൂപ്പി അങ്ങയുടെ തിരുസന്നിധിയിൽ ഇന്നത്തെ അന്നു വേണ്ട ആഹാരത്തിന് വേണ്ടി, ഇന്നത്തെ അനുഗ്രഹത്തിന് വേണ്ടി ശിരസ്സ് നമിച്ചിരിക്കുന്ന എല്ലാ മക്കളെയും നിൻ്റെ തിരുമുറുവാർന്ന് വലതുകരത്താൽ ആശീർവദിക്കണമേ. നിൻ്റെ അണിപ്രതാർന്ന അത്ഭുതകരത്താൽ ആശീർവദിക്കണമേ. കർത്താവെ, നിൻ്റെ ഉന്നതമായ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന മാരക രോഗങ്ങൾ, തീരാവ്യാധികൾ, ജീവിത ദുരിതങ്ങൾ, ജീവിത തടസ്സങ്ങൾ എല്ലാം കർത്താവെ നീ ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ആവശ്യങ്ങൾ, ഇന്ന് കണ്ടുമുട്ടുന്ന വ്യക്തികൾ, കടന്നു പോകുന്ന സാഹചര്യങ്ങൾ, സംസാരിക്കുന്ന വ്യക്തികൾ, സന്ദർശിക്കുന്ന ഇടങ്ങൾ, എഴുതുന്ന പരീക്ഷകൾ, അതുപോലെ തന്നെ ഓരോരോ വിഷയത്തിനു വേണ്ടിയും ജീവിതത്തിൻ്റെ സമാധാനത്തിനും സുരക്ഷിതത്തിനും അഭിവൃദ്ധിക്കും നിലനിൽപ്പിനും വേണ്ടിയുള്ള എല്ലാവിധ പരിശ്രമങ്ങളെയും എല്ലാ സമകർത്താവെ നിൻ്റെ ദിവസത്തിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് അങ്ങയുടെ നാമത്തിൽ പ്രാർത്ഥിക്കുക. അമ്മേ കൃപാസന, അമ്മേ പരിശുദ്ധ അമ്മേ ദേവമാതാവേ,
20 വർഷം മുമ്പ് അമ്മ സമയം കഴിയാതെ നെഞ്ചിൽ ചാർത്തിക്കൊണ്ട് കൃപാസ്ഥാനത്താരെ പ്രാർത്ഥിക്കണം, ദുരന്തമുണ്ടാകാൻ പോകുന്നു പറഞ്ഞ ദൈവിക ആവശ്യത്തെ വെളിപ്പെടുത്തി തന്നതിന് യോഗ്യമാക്കിയ ഒരു ശുശ്രൂഷ കേന്ദ്രത്തിൻ്റെ യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ കർത്താവെ അങ്ങയുടെ തിരുസന്നിധി അങ്ങയുടെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. എല്ലാ മക്കളെയും ആരെല്ലാം കൃപാസന മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിലും അതുപോലെ തന്നെ മാതാവിൻ്റെ മാധ്യസ്ഥലും ആശ്രയിച്ചുകൊണ്ട് ജീവിതം ക്രമീകരിക്കാനും കരുപിടിപ്പിക്കാനും ആഗ്രഹിക്കുന്നു. അവരുടെ മേലെല്ലാം കർത്താവ് നിൻ്റെ തിരുമുറുവാതെ വലതുകരം സ്പർശിക്കണമേ. അടിപ്പിഴ പോലെ വൈദാക്കാലം പോലെ ദൈവികമായ ശക്തി അവരിലേക്ക് ആവശ്യിക്കട്ടെ. ഉള്ളംകാലം വരെ യേശു ക്രിസ്തുവിൻ്റെ ശക്തി നീ ബലം പ്രാപിക്കുകയും സൗഖ്യപ്പെടുകയും വിടുതൽ പ്രാപിക്കുകയും ചെയ്യട്ടെ. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വരായ നീക്കും ആമേൻ. പ്രിയമുള്ളവരെ, ഇന്നത്തെ സന്ദേശം ഡെയിലി ബ്രെഡ്, അതിനു വേണ്ട ആഹാരം എന്ന് പറയുന്നത് ഒക്ടോബർ 20 ഞായറാഴ്ചയാണ്. നമുക്ക് മത്തായിയുടെ സുവിശേഷം 18-4 വായിച്ച് പ്രാർത്ഥനാപൂർവ്വം കേൾക്കാം. ഈ ശിശുവിനെ പോലെ സ്വയം ചെറുതാകുന്നവനാണ് സ്വർഗരാജ്യത്തിലെ ഏറ്റവും വലിയവൻ. അപ്പോൾ കർത്താവ് ഒരു ശിശുവിനെ കയ്യിലെടുത്തുകൊണ്ടാണ് പറയും, ഈ ശിശുവിനെ പോലെ സ്വയം ചെറുതാകുന്നവരാണ് ദൈവരാജ്യത്തിലെ ഏറ്റവും വലിയവനെന്ന്. അപ്പം ദൈവരാജ്യത്തിലെന്ന് പറയുമ്പോൾ ആധ്യാത്മികമായ കൃപയുടെ അവകാശികൾക്ക് അവിടെയും വലുതും ചെറുതുമുണ്ട്. അത് ഭയങ്കരമായ ഒരു വെളിപാടാണ്. ശരിക്കും കൃപയുടെ അവകാശികളുടെ കൂട്ടത്തിൽ പോലും വലുതുമുണ്ട് ചെറുതുമുണ്ട്. അതെങ്ങനെയാണ്? അവനവൻ ആർജിക്കുന്ന ആധ്യാത്മിക ബലത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് വലിപ്പച്ചെറുപ്പങ്ങൾ വരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ മത്തായിയുടെ സുവിശേഷം 11-12 ഇങ്ങനെ വായിക്കുന്നു. വായിച്ചോളൂ. സ്നാപക യോഹന്നാന്റെ നാളുകൾ മുതൽ എന്ന് പറഞ്ഞ സ്നാപക യോഹന്നാന്റെ നാളുകൾ മുതൽ ഇന്നുവരെ സ്വർഗരാജ്യം ബലപ്രയോഗത്തിന് വിഷയമായിരിക്കുന്നു. ബലവാന്മാർ അത് പിടിച്ചടക്കുന്നു. അപ്പോൾ നമ്മളൊക്കെ വായിച്ചത് 18-4 പറഞ്ഞ് ശിശുവിനെ പോലെ ചെറുതാകുന്നവനാണ് ദൈവരാജ്യം വലിയവൻ. ഈ ദൈവരാജ്യത്തിലെ വലിയവൻ തന്നെയാണ് മത്തായി 11-12 ദൈവരാജ്യത്തിലെ ബലവാന്മാരെന്ന് പറയണത്. വലുതാകുന്നതനുസരിച്ച് ബലം കൂടുമല്ലോ. അപ്പോൾ ഈ വലുതാവുക എന്നുള്ളതൊരു ഡൈനാമിക് പ്രോസസ്സാണ്. അതിന് ദൈവം നൽകുന്ന, ഇപ്പം ശിശുവിനെ പോലെ ചെറുതാകുന്നതെന്ന് പറയത്തില്ലേ, ദൈവരാജ്യത്തിൻ്റെ ഒരു പെർസ്പെക്റ്റീവ് ഭയങ്കര രസമാണ്. അതായത് എനിക്ക് പലപ്പോഴും അനുഭവത്തിൽ നിന്ന് മനസ്സിലായിരിക്കണത്, ഈ കർത്താവ് ഇപ്പോൾ എന്താ പറഞ്ഞത് 18-4 ദൈവരാജ്യത്തിലെ ശിശുവിനെ പോലെ ചെറുതാകുന്നവൻ. നമ്മൾ സ്വയം ചെറുതാകുക അല്ല ശരിക്കും പറഞ്ഞത്. എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവർ നമ്മളെ ചെറുതാക്കുമ്പോൾ അതാണ് നടക്കണത്. ശരിക്കും മറ്റുള്ളവർ നമ്മളെ ക്യാമന്മാരാണെന്നാണല്ലോ എല്ലാവരും പറയണത്. ആരും വിട്ടുകൊടുക്കാൻ തയ്യാറല്ലല്ലോ. അതല്ലേ നമ്മുടെ ആധ്യാത്മിക പ്രശ്നം. നമ്മളെ കേവന്മാരാണെന്നാണ് നമ്മൾ സ്വയം ധരിക്കണത്. അതുകൊണ്ട് കുറയാനൊന്നും നമ്മൾ ആരും എടുത്ത് സമ്മതിക്കത്തില്ല. നമ്മളിങ്ങനെ അഹങ്കരിച്ച് ഇങ്ങനെ മുന്തി വലിയ ആളാണെന്ന് പറഞ്ഞ് തന്നെ നിൽക്കും. അത് മറ്റുള്ളവർ അംഗീകരിക്കണം, അല്ലെങ്കിൽ അവരെ കൊണ്ട് അംഗീകരിപ്പിക്കും. അംഗീകരിക്കാത്തവരായിട്ട് നമ്മൾ ഫൈറ്റ് ചെയ്യും. ഇതുപോലെ നോൺസെൻസ് ഒത്തിരി ഈ ആധ്യാത്മിക ഔന്നത്യം പ്രാപിക്കുമ്പോഴും അഹങ്കാരത്തിൻ്റെ കുറവുണ്ടാകത്തില്ല. അത് മനുഷ്യൻ്റെ ചില ആൾക്കാരുടെ ജന്മശാപം എന്ന് പറയും. എന്നുവെച്ചാൽ അവർ വളരാതിരിക്കാൻ വേണ്ടി പിശാച് അവർ നിക്ഷേപിച്ചിരിക്കുന്നതാണ് അവരുടെ ആന്തരിക അഹങ്കാരം എന്ന് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തേക്ക് നമ്മളെ ചെറുതാക്കുന്നവരുണ്ടേ. നമ്മളിങ്ങനെ സ്വയം ചെറുതായിക്കൊള്ളാമെന്ന് പറഞ്ഞാൽ ചെന്നിട്ട് കാര്യമില്ല. നമ്മൾ ചിലപ്പോൾ ഓഫീസിൽ നമ്മൾ ചെറുതാക്കും, അധ്യാപക കൂട്ടത്തിൽ നമ്മൾ ചെറുതാക്കും, കുട്ടികളുടെ കൂട്ടത്തിൽ നമ്മൾ ചെറുതാക്കും. നമ്മൾ വലുതാണെന്ന് വിചാരിക്കുന്ന സാഹചര്യങ്ങളിൽ നമുക്ക് പണമുണ്ടെങ്കിലും അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും നിലനിൽപ്പുണ്ടെങ്കിലും നമുക്ക് എടുത്താൽ പൊങ്ങാത്തൊരു ജീവിതഭാരം വരുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മൾ ചെറുതാണെന്ന്. അതാണ് സംഭവം. എടുത്താൽ പൊങ്ങാത്തൊരു ജീവിതഭാരം വരുമ്പോൾ ഇപ്പോൾ ചില ടെസ്റ്റുകൾ നമ്മൾ എല്ലാം പഠിച്ചു, നമ്മൾ മിടിക്കാണെന്ന് പറഞ്ഞാൽ ചെല്ലുമ്പോഴുണ്ട് അവർ ചോദിക്കുന്ന 2 ചോദ്യത്തിൽ തന്നെ നമ്മൾ അടിപതറി പോകും. അപ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മുടെ ഗ്യാസ് ഔട്ടായെന്ന്. ദൈവം നമ്മളെ ചെറുതാക്കുകയാണ്. അപ്പോൾ നമ്മളെന്താ ചെയ്യണത്? അക്സെപ്റ്റ് ചെയ്യണം. അക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? വിനയം വേണം. അതാണ് ഉടമ്പടിയിലുള്ള ഏറ്റവും മഹാദാനം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം പ്രൂഡൻസ് ഓഫ് ക്യൂൻ ഓഫ് വെർച്യൂ എന്ന് നമ്മൾ പറയും. പക്ഷേ എനിക്ക് തോന്നുന്നത് വെർച്യൂസിൻ്റെ എല്ലാത്തിൻ്റെയും ക്യൂൻ എന്ന് പറയുന്നത് വിനയമാണ്. പ്രൂഡൻസിനേക്കാൾ വലുതാണ് വിനയം എന്ന് പറയുന്നത്. അതായത് ദൈവം അന്നു വേണ്ട ആഹാരം നൽകുന്ന ഡെയിലി ബ്രെഡുകളെ ദൈവസ്നേഹത്തോടെ അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരവസ്ഥ, വിനയാനിതാവസ്ഥ. അവനുള്ള ഇവിടുന്ന് തൻ്റെ ദാസിയുടെ വിനീതാവസ്ഥ തീർക്കാൻ പാർത്തു. ശക്തനായ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തതെന്ന് അമ്മ പറയുന്നത് എന്താണ്? ദൈവത്തെ കൊണ്ട്, ശക്തനായവനെ കൊണ്ട് വലിയ കാര്യം ചെയ്യിക്കാൻ കഴിയുന്നതാണ് നമ്മുടെ വിനീതാവസ്ഥ. അത് ദൈവം നൽകുന്ന സാഹചര്യങ്ങളെ സന്തോഷത്തോടെ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് അവർ ചെറുതാക്കി. ഓക്കെ, ഞാൻ അക്സെപ്റ്റ് ചെയ്തു കർത്താവിൻ്റെ നാമത്തിൽ.
അവർ നമ്മളെ കൊച്ചാക്കി, ഓക്കെ ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു കർത്താവിൻ്റെ നാമത്തിൽ. എല്ലാം കർത്താവിൻ്റെ നാമത്തിലേക്ക് അക്കൗണ്ട് ചെയ്ത് കളയണം, ക്യാരി ഓവർ ചെയ്ത് കളയണം. അങ്ങനെ അനുദിനം ബലം പ്രാപിക്കാനും ദൈവരാജ്യത്ത് വലിയവനാകാനും കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ നാമത്തിൽ ആമേൻ.